നേപ്പാളിലെ വിമാന അപകടത്തിന്റെ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ടേക്ക് ഓഫിനിടെ വിമാനം തകർന്ന് വീണ് 18 പേർ മരിച്ചു. കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അപകടം. സൗര്യ എയർലൈൻസ് എന്ന വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറി ഇടിച്ച് തകരുകയായിരുന്നു. അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, പേടിപ്പിക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. 19 പേരാണ് ഉണ്ടായിരുന്നത്. എത്ര പേരുടെ ആരെങ്കിലും ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞോ? ഒരാളെ പരിക്കുകളോടുകൂടി തന്നെ ഇപ്പോൾ ജീവനോടെ പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അത് പൈലറ്റാണ്. ഈ വിമാനം പറത്തിയ 2 പൈലറ്റുമാരിൽ ഒരാളെയാണ് ജീവനോടെ തന്നെ പുറത്തെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. സാരമായിട്ടുള്ള പരിക്കുകളുണ്ട്, നില ഗുരുതരമാണ്. പക്ഷേ ജീവനോടെ തന്നെ പുറത്തെടുത്ത് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. മറ്റ് 18 പേർക്കും മരണം സംഭവിച്ചിരിക്കുന്നു. അതിൽ 13 പേരുടെ മൃതശരീരങ്ങളാണ് ഇതിനോടകം തന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. ഇതിൽ 17 പേരും ഈ സൗര്യ എയർലൈൻസിന്റെ തന്നെ സ്റ്റാഫ് അംഗങ്ങളാണ്, ടെക്നിക്കൽ സ്റ്റാഫ് അംഗങ്ങളാണ്. മറ്റ് 2 പേരാണ് പൈലറ്റുമാർ. ആ പൈലറ്റുമാരിൽ ഒരാളെയാണ് ജീവനോടെ തന്നെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ വിമാനം റൺവേയിൽ നിന്നും തെന്നി മാറി തകർന്ന് വീഴുകയായിരുന്നു എന്നുള്ള വിവരമായിരുന്നു പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോൾ വിമാനം ടേക്ക് ഓഫ് ആയിരുന്നു, അതായത് എയർബോൺ ആയിരുന്നു കുറച്ച് സെക്കൻഡുകളിലേക്കെങ്കിലും എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് വ്യക്തമായിട്ട് കാണാം. ഒരു കുറച്ച് സെക്കൻഡുകൾക്കെങ്കിലും ഈ വിമാനം എയർബോൺ ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണോ ഇത്തരത്തിലൊരു തകർച്ചയിലേക്ക് വിമാനം വീണ്ടും താഴേക്ക് വരാൻ വേണ്ടി കാരണമായത് എന്നുള്ളൊരു അന്വേഷണം നടക്കണം. വിമാനത്തിൽ തന്നെ ബ്ലാക്ക് ബോക്സും അതുപോലെ തന്നെ കോക്പിറ്റ് റെക്കോർഡർ അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടെടുത്ത് ഒരു അന്വേഷണം ഉണ്ടാകും. അങ്ങനെയായിരിക്കും കൃത്യമായിട്ടും എന്താണ് ഈ അപകടത്തിലേക്ക്, ഈ വിമാനം തകർന്നതിലേക്ക് നയിച്ചത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കും. അതുപോലെ തന്നെ ഈ നിലവിൽ ചികിത്സയിലുള്ള പൈലറ്റിൻ്റെ നില കുറച്ചുകൂടി ഭേദപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ഭാഗവും അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് എന്നുള്ള കാര്യം കൂടി നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് വിമാനം തകർന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും ഈ വിമാനം ഇടിച്ചിറങ്ങിയ ശേഷം പൂർണ്ണമായിട്ടും കത്തിയിരുന്നു. കാരണം അത്രത്തോളം തന്നെ ഇന്ധനം ഉണ്ടായിരുന്നു. വിമാനം ടേക്ക് ഓഫ് ആയതിനു ശേഷമാണ് ഇത്തരത്തിൽ തകർന്നത്. അതായത് മറ്റൊരു ഇടത്തേക്ക് പുറപ്പെട്ടതായിരുന്നു. മുഴുവനായിട്ടും എണ്ണ നിറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇടിച്ചിറങ്ങിയതോടുകൂടി തന്നെ അഗ്നി പടർന്നു, ഒരു തീഗോളമായി മാറി പൂർണ്ണമായിട്ടും കത്തി അമർന്നു പോയി. പിന്നീട് ഒരുപാട് പണിപ്പെട്ടാണ് ഈ ഫയർഫോഴ്സ് വന്ന് ഈ അഗ്നി മുഴുവൻ ശമിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും കത്തിപ്പോയ വിമാനത്തിൽ നിന്നാണ് ഈ മൃതശരീരങ്ങൾ ഓരോന്നായി പുറത്തേക്ക് എടുത്തത്. മാത്രമല്ല പ്രധാനപ്പെട്ട തെളിവുകൾ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴും ബ്ലാക്ക് ബോക്സ് അതുപോലെ തന്നെ കോക്പിറ്റ് റെക്കോർഡർ, ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് പൈലറ്റുമാർ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങളടക്കം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതടക്കമുള്ള കാര്യങ്ങൾ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമോ ദിവസങ്ങൾക്ക് ശേഷമോ എന്തായാലും ഈ വിമാന കമ്പനി അധികൃതർ അടക്കം വ്യക്തമാക്കുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും പൊഖാരയിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ പുറപ്പെട്ട വിമാനമാണ് എയർബോണായി അല്പ സെക്കൻഡുകൾക്ക് ശേഷം ഇങ്ങനെ താഴേക്ക് പതിച്ചത്. അത് ഈ ത്രിഭുവൻ വിമാനത്താവളത്തിന് തൊട്ടടുത്തേക്കുള്ള കുന്നിലേക്ക് ഇടിച്ചിറങ്ങുന്നു. ഇടിച്ചിറങ്ങിയ ഉടനെ തന്നെ ഒരു അഗ്നിഗോളമായി മാറുന്നു, സ്ഫോടനമുണ്ടാകുന്നു. അഗ്നിഗോളമായി മാറി അതിലെ 18 പേരും മരിച്ചു പോകുന്നു. 13 പേരുടെ മൃതശരീരങ്ങൾ ഇതിനോടകം തന്നെ വീണ്ടെടുത്തിരുന്നു. ഒരു പൈലറ്റിനെ മാത്രം സാരമായിട്ടുള്ള പരിക്കുകളോടുകൂടി തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ സാധിച്ചിട്ടുണ്ടായിരുന്നു. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. 19 യാത്രക്കാരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 18 പേർക്കാണ് ദാരുണാന്ത്യം. ഒരാളെ പരിക്കുകളോടെ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇത് ആദ്യമായിട്ടല്ല നേപ്പാളിൽ നിന്ന് ഇങ്ങനെ വിമാന അപകടത്തിന്റെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. ഈ അപകടമുണ്ടായത് കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്.